ബസ് ഡ്രൈവറിൽ നിന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് എത്തിയ ജീവിതകഥയാണ് കണ്ണൂരിലെ അഭിജിത്തിൻ്റേത്. സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഓട്ടോറിക്ഷയും ബസ്സും ഓടിച്ചപ്പോൾ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തവരോടുള്ള മധുര പ്രതികാരമാണിതെന്ന് അഭിജിത്ത് പറയുന്നു. ചോദിക്കുമ്പോൾ ഞാൻ സൈലൻ്റ് ആയിട്ട് ചിരിക്കും. അങ്ങനെ മറുപടി കൊടുക്കാറില്ല. ബസ് എടുക്കാനാണോ താല്പര്യം? ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഹാപ്പിയാണ് ഈ കാര്യത്തിൽ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല, ഇത് എൻ്റെ കാര്യമല്ലേ എന്നുള്ള രീതിയായിരുന്നു വന്ന്. പക്ഷെ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്. ജീവിതത്തിൻ്റെ പല സ്റ്റോപ്പുകൾ, മിക്ക സ്റ്റോപ്പിൽ നിന്നും കാലം കയറ്റിവിട്ടത് കഷ്ടപ്പാടിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ. ആക്സിലേറ്ററിൽ കാലമർത്തി മുന്നോട്ട് കുതിക്കാൻ കരുത്തായത് സ്വപ്നം കണ്ട സ്റ്റോപ്പിൽ തന്നെ എത്തുമെന്ന ആത്മവിശ്വാസം. കണ്ണൂർ കോയോട് സ്വദേശി അഭിജിത്തിൻ്റെ ജീവിതയാത്ര ഒരു പ്രചോദനമാണ്. അധ്യാപകനാകാൻ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ വഴിനീളെ തടസ്സമായി. പക്ഷേ ബ്രേക്ക് ഡൗണായി വഴിയിൽ കിടക്കാൻ മനസ്സ് സമ്മതിച്ചതേയില്ല. പൊരുതി ഓട്ടോ ഡ്രൈവറായും ബസ് ഡ്രൈവറായും രാപ്പകൽ ജോലി ചെയ്തു. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. കാരണം കോളേജ് പഠനം മുതലേ ഓട്ടോ ഓടിച്ച്, അത് കഴിഞ്ഞിട്ട് BEd MAd പഠിക്കുന്ന സമയത്ത് ബസ് ഫീൽഡിലോട്ട് വന്ന്, അപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പഠനത്തിന് അച്ഛനെയും അമ്മേനെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് തൊഴിലെടുത്ത് പഠിക്കാന്നുള്ളൊരു ആശയം അത് തന്നെയായിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്തവന് മുന്നോട്ടു പോകാൻ ഡബിൾ ബെൽ നൽകുക മാത്രമായിരുന്നു വിധിക്ക് പോലും ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ അയാൾ സ്വപ്നം സാക്ഷാത്കരിച്ചു. ബസിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പലിൻ്റെ കസേരയിലേക്ക് കിഡിലിനൊരു ഗിയർ മാറ്റൽ. അച്ഛനെ പോലെ തന്നെ മോനും ഡ്രൈവിംഗ് ആണോ താല്പര്യം എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷെ നമ്മുടെ മുന്നിൽ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം തന്നെയായിരുന്നു എപ്പോഴും ബസ് ഓടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും അതിനുള്ള പണം റെഡിയാക്കണം, ചാൻസ് കിട്ടിയാൽ പഠിച്ച് ആ ഒരു നിലയിലെത്തണം. അതിന്ന് സാക്ഷാത്കാരമായി. കാസർഗോഡ് ചിന്മയ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പലായാണ് അഭിജിത്ത് പുതിയ ജോലിയിൽ പ്രവേശിച്ചത്. കളിയാക്കിയവരോടും കുറ്റപ്പെടുത്തിയവരോടും ഇതാണ് മറുപടി എന്ന് പറയുമ്പോൾ മനസ്സ് നിറഞ്ഞ പുഞ്ചിരി. പ്രൗഡാണ്. ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ച് തന്നെ പ്രൗഡായി. കാരണം ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച് നമ്മൾ ആ ഒരു നിലയിൽ എത്തുക, ആ ഒരു പദവിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തിയവരോടും നമ്മളെ നോക്കി ചിരിച്ചവരോടുള്ളൊക്കെ ഒരു മധുര പ്രതികാരം എന്ന് പറയില്ലേ, അതുപോലൊരു അവസ്ഥയായിരുന്നു. അധ്യാപകനായെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വഴിയൊരുക്കിയ ഡ്രൈവിംഗ് ജോലി കൈവിടില്ലെന്നും അവധി ദിനങ്ങളിൽ ഇനിയും ആ സീറ്റിൽ ഉണ്ടാകുമെന്നും ഈ യുവാവ് പറയുമ്പോൾ സഹപ്രവർത്തകരായിരുന്നവർക്ക് അഭിമാനവും സന്തോഷവും. നല്ല നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. പിന്നെ പഠിക്കണം, അതിനൊപ്പം ജോലി. ബസ് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഒരു ഹോബിയാണ്. ടൈം പാസിനല്ല, എന്നാലും ഭയങ്കര ഒരു ഹരമാണ് പുള്ളിക്ക് ബസ്സിനെ കുറിച്ച്. ചെയ്യുന്ന പണി എന്താണെങ്കിലും നല്ല നീറ്റും വെടിപ്പോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാർഗവും ലക്ഷ്യവും ഒരുപോലെ പ്രധാനമാണെന്ന് ഓർമ്മപ്പെടുത്തി യാത്ര തുടരുമ്പോൾ അഭിജിത്തിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ജോലിയും ചെറുതോ വലുതോ അല്ല, നമ്മളത് ആസ്വദിക്കുന്നു എന്നതാണ് പ്രധാനം. ന്യൂസ് മലയാളം, കണ്ണൂർ.